ഉമ്മൻചാൻ തോടും ചെറുതോടുകളും പൂർണ്ണമായും ശുചീകരിക്കാൻ സർക്കാർ. മാലിന്യ നീക്കത്തിന് സർക്കാരിനോട് സഹായം ചോദിച്ചു റെയിൽവേ. ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് മാലിന്യ നീക്കം നടത്താൻ ആലോചന. തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ. കണ്ണൂർ, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്, 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം നാളെ രൂപപ്പെടും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. വയനാട്ടിൽ വെള്ളക്കെട്ടിൽ അകപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബത്തെ JCBയുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട് കലാച്ചിയിൽ വീട് തകർന്നു. കുറ്റ്യാടി ചുരം റോഡ് 4-ാം വളവിലെ മണ്ണിടിച്ചിലിൽ 4 വീടുകൾ അപകട ഭീഷണിയിൽ. അഞ്ചരക്കണ്ടിയിൽ മതിലിടിഞ്ഞ് അപകടം. വയനാട്ടിൽ ദേശീയപാതയുടെ നിരവധി ഭാഗങ്ങൾ വെള്ളത്തിനടിയിൽ. കണ്ണൂരിൽ ബാവലിപ്പുഴയും ചീങ്കണ്ണിപ്പുഴയും കരകവിഞ്ഞൊഴുകുന്നു. പഴശ്ശി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു. ചെർപ്പുളശ്ശേരിയിൽ മരം വീണ് വീടിന്റെ ഒരു ഭാഗം തകർന്നു. നീറ്റ് ഹർജികൾ വീണ്ടും സുപ്രീം കോടതിയിൽ. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെങ്കിൽ മാത്രം പുനഃപരീക്ഷ ഉത്തരവെന്ന് ചീഫ് ജസ്റ്റിസ്. മുഴുവൻ വിദ്യാർത്ഥികളെയും ക്രമക്കേട് ബാധിച്ചോ എന്ന് കോടതിയുടെ ചോദ്യം. പുനഃപരീക്ഷ എതിർത്ത് 284 ഹർജികൾ. ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ലിന് അനുമതിയില്ലെന്ന് രാഷ്ട്രപതി. തീരുമാനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ലിനും ബാധകം. രാഷ്ട്രപതിയുടെ തീരുമാനം പഞ്ചാബ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബിൽ തള്ളിക്കൊണ്ട്. ഒളിവിലും തട്ടിപ്പ് തുടർന്ന് ഹൈറിച്ച് കേസിലെ മുഖ്യപ്രതി KD പ്രതാപൻ. 24 ദിവസം കൊണ്ട് തട്ടിയത് 68 ലക്ഷം രൂപ. തട്ടിപ്പ് HR ഇന്നോവേഷൻ സ്കീം എന്ന പേരിൽ. പ്രതാപൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് ED. എറണാകുളം ആലുവ മാതൃശക്തി സദനത്തിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികളെയും കണ്ടെത്തി. 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികളെ കാണാതായത് ഇന്ന് പുലർച്ചെ മുതൽ. പെൺകുട്ടികളെ ആലുവ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് 1 വയസ്സ്. 1-ാം ചരമവാർഷികാചരണം വിപുലമായ അനുസ്മരണ ചടങ്ങുകളോടെ. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലി. ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിക്കാർ സ്വന്തം കുഞ്ഞുഞ്ഞായി സ്നേഹിച്ചെന്ന് ഗവർണർ. അടുത്ത മാസം 26 വരെ സംസ്ഥാനത്തൊട്ടാകെ പരിപാടികൾ. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. അന്ത്യം മണിപ്പാൽ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടെ. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനും ആദ്യ ഡയറക്ടറുമായിരുന്നു. വിടവാങ്ങിയത് രാജ്യം പത്മവിഭൂഷണും പത്മശ്രീയും നൽകി ആദരിച്ച വ്യക്തിത്വം. തൃശൂരിൽ താൻ രക്തസാക്ഷിയെന്ന് K മുരളീധരൻ. കളക്ടർമാരെ പോലെ സ്ഥാനാർത്ഥികളെയും മാറ്റരുത്. തൃശൂരിൽ തിരിച്ചടി നേരിട്ടിട്ടും ചിലർക്ക് ദേഷ്യം തീരുന്നില്ലെന്ന് K മുരളീധരൻ. പോലീസുകാർ ഉൾപ്പെട്ട പാസ്പോർട്ട് തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. തുമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത 10 കേസുകൾ അന്വേഷിക്കും. നടപടി ക്രമസമാധാന ചുമതലയുള്ള ADGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് KC വേണുഗോപാൽ MP. ആലപ്പുഴയിലെ കടലാക്രമണത്തിന് കാരണം കരിമണൽ ഖനനമെന്നും വേണുഗോപാൽ. തീരജീവിതം താറുമാറാക്കുന്ന ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും KC വേണുഗോപാൽ. K സുധാകരനെതിരെ വിമർശനവുമായി VD സതീശൻ. KPCC ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമെന്ന് സതീശൻ.
പലതും പുറത്തു പറയാൻ പറ്റില്ലെന്നും പരാമർശം. സതീശന്റെ വിമർശനം KPCC നേതൃക്യാമ്പിനിടെ. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ K മുരളീധരനെതിരെ രൂക്ഷ വിമർശനമുയർന്നെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. പാർട്ടി ശത്രുക്കൾ മനഃപൂർവ്വം മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുരളീധരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രവർത്തനത്തിനും KPCC മുതിരില്ല. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും TN പ്രതാപൻ. AKG സെന്റർ ആക്രമണ കേസിൽ പ്രതിക്ക് ജാമ്യം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. മൂന്നാറിൽ യാത്രാ നിരോധനം ലംഘിച്ച് സ്കൂൾ ബസിന്റെ അപകടയാത്ര. നിരോധനം മറികടന്ന് ഗ്യാപ് റോഡിലൂടെ എത്തിയ ബസ് പോലീസ് തടഞ്ഞു. ഗ്യാപ് റോഡിൽ പരിശോധന കർശനമാക്കി പോലീസ്. ഉത്തര കർണാടകയിൽ നിർത്താതെ പെയ്ത മഴയെ തുടർന്ന് ദേശീയപാത 66-ൽ മണ്ണിടിച്ചിൽ. അങ്കോള താലൂക്കിലെ ശിരൂരിന് സമീപം 4 പേർ മരണപ്പെട്ടു. 3 പേരെ കാണാതായതായും റിപ്പോർട്ട്. ജൂലൈ 20 വരെ തെക്കൻ കർണാടകയിൽ ഓറഞ്ച് അലർട്ട്. ജമ്മുവിൽ വീണ്ടും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. സൈന്യം ഭീകരരെ നേരിടുന്നത് ദോഡയിലെ കാസ്തിഗഡിൽ. പുതിയ ഏറ്റുമുട്ടൽ. ജമ്മുവിലെ 4 സൈനികർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ. ജോയിയുടെ മരണത്തിൽ പ്രതിഷേധം തുടരുന്നു. നഗരസഭയിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കന്നഡ സംവരണ ബിൽ മരവിപ്പിച്ച് സംസ്ഥാന സർക്കാർ. തീരുമാനം വ്യാപകമായ പ്രതിഷേധമുയർന്നതോടെ. മരവിപ്പിച്ചത് 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളും കന്നഡിഗരെ നിയമിക്കണമെന്ന ബിൽ. കൂടിയാലോചനയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെന്ന് സർക്കാർ. US പ്രസിഡന്റ് ജോ ബൈഡന് കോവിഡ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്ന കാര്യം ആലോചിക്കുമെന്ന സൂചന നൽകി ജോ ബൈഡൻ. പ്രതികരണം ട്രംപുമായുള്ള സംവാദത്തിന് പിന്നാലെയുള്ള വിമർശനങ്ങൾക്കിടെ. ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത് മത്സര രംഗത്ത് നിന്ന് മാറണമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ സമ്മർദ്ദമേറുമ്പോൾ. വനിതാ ഏഷ്യ കപ്പിനൊരുങ്ങി ഇന്ത്യ. നാളെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനാണ് എതിരാളികൾ. ഇന്ത്യ ലക്ഷ്യമിടുന്നത് 8ാം കിരീടം. ഛത്തീസ്ഗഡിൽ സ്ഫോടനത്തിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്ക്. സ്ഫോടനം ബിജാപൂരിൽ മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെ. വിജയാഘോഷത്തിനിടെ അർജന്റീന ടീം വംശീയാധിക്ഷേപം നടത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ചു ഫിഫ. ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കില്ലെന്നും ഫിഫ. നടപടി ഫ്രാൻസ് ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയ പരാതിക്ക് പിന്നാലെ.